ഹലോ സാർ, നമ്മൾ പുതിയ വീഡിയോസ് നമ്മൾ ഇന്നാന്ന് വെച്ചാൽ പക്ഷേ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൽ പുതിയ അപ്ഡേറ്റ് വന്ന വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധാരണ നമ്മൾ ഇന്ന് ആ അപ്ഡേറ്റിൽ വന്ന് ഇന്നലെ ഇട്ട അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പക്ഷേ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇട്ടത്, ക്യാരക്ടർ അറിഞ്ഞു. ബാക്കി ഇന്നാണ് നമ്മൾ അറിഞ്ഞത് റാമ്പും മാറിയിട്ടുണ്ട്, പിന്നെ ഏരിയൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഏരിയൻ്റെ സ്ഥലമൊക്കെ ചലഞ്ചിൽ റാമ്പില്ല പൈസ, നമ്മളെ റാമ്പ് മെഗാ റാമ്പ് അത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ആ പൈസ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ആ പൈസ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ച് എടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാക്ക് ആയിട്ട് ചലഞ്ചിൽ ഏലിയൻ എന്ന് പറഞ്ഞത് ഇങ്ങേ സൈഡ് കാണാം ഗൈസ്. റൈറ്റ് സൈഡിൽ നമ്മളെ ഏലിയൻ എന്ന് പറഞ്ഞ സംഭവം കാണാം. പക്ഷേ അത് നമുക്ക് ആദ്യം ഏലിയൻ തന്നെ എടുത്ത് നോക്കാം. പക്ഷേ ഏലിയൻ എടുത്തപ്പോൾ നമ്മൾ ഏതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഇങ്ങനെ ചന്തലിനങ്ങാറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെടിവെച്ച് നോക്കാം. തോക്ക് രണ്ട് തോക്കാണുള്ളത് ഗൈസ്, വേറെ ഒന്നും ഇല്ല ഇവിടെ. അതാണിപ്പോൾ പ്രശ്നം. പക്ഷേ ഇപ്പം നമുക്ക് തൽക്കാലം വണ്ടി വരുത്താൻ പറ്റും നോക്കാം പൈസ. ഒന്നും പറ്റൂല, വണ്ടിയൊന്നും വരുത്താൻ പറ്റില്ല പൈസ. നമ്മൾ എടുത്ത ഏലിയൻസ് വരുന്നുണ്ട്, പക്ഷേ ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് അറിയില്ല കൈസ്. കൊല്ലുന്നുണ്ട്, ഏലിയൻസ് ബാക്കും വന്ന് കൈസ്. അങ്ങനെ പൈസ മൊത്തം ഇതായിട്ടുണ്ട് കൈസ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏലിയൻ്റെ കൂടെ കൈസ്. ഇനി നമുക്ക് ഐസിനെ വെടിവെച്ച് കൊല്ലാം. ആവുന്നുമില്ല ഐസ്, വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നില്ല ഐസ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ചത്ത് വരുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഗൈസ്. എല്ലാ ഏരിയനെയും കൊന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആക്രമിക്കാൻ വന്ന എല്ലാ ഏരിയനെയും കൊന്നിട്ടുണ്ട്. ശനി വരും തോന്നുന്നില്ല, അറിയില്ല പക്ഷേ ഇത് വലിയ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പൈസ്. ഗൈസ് കുറേ ആയാലും പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് തിരക്ക് കൂട്ടി കൊല്ലേണ്ടിയിരിക്കുന്നു. ബസ് ഓരോന്നായിട്ട് ചാവുന്നുണ്ട്. ഗൈസ് നമ്മളെ കൊന്ന്. ഈ ഒരു നമ്മളെ ചലഞ്ച് അവനൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഏലിയൻസിൻ്റെ സദ്യ രസമില്ല. പക്ഷേ നമുക്ക് മെഗാ റാമ്പ് സീനായിരിക്കും. പക്ഷേ നമുക്ക് മെഗാ റാമ്പ് നോക്കാം. മെഗാ റാമ്പ് സീനെന്ന് പറയാൻ പറ്റില്ല, സാധാ പോലത്തെ ഒരു റാമ്പ് തന്നെ. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന വേറൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിലൂട്ട് നമുക്ക് ഏതാ വണ്ടി എടുക്കുക ഗൈസ്. നമുക്ക് ഡിഫൻഡർ എടുക്കാം അല്ലേ. ഡിഫൻഡർ ചീറ്റ് കോഡ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 2121 ആയിരുന്നു ഗൈസ്. ഡിഫൻഡറിൻ്റെ ചീറ്റ് കോഡ് എനിക്ക് ഓർമ്മയില്ല. മറ്റേ ഇതാന്ന് തോന്നുന്നു. അല്ല പക്ഷേ ഇതൊന്നല്ല, ചീറ്റ് കോഡ് നമ്മൾ തെറ്റി. അപ്പോൾ ശനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, താറ് വിളിക്കാം. എന്നാൽ താറാകുമ്പോൾ അധികം സീനില്ല. 91 ആണ് വരുന്നത്. പക്ഷെ താറ് വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഗാ റാമ്പ് ഒന്ന് ഇറങ്ങി നോക്കാം പൈസ്. താറ് കൊണ്ട് ഇറങ്ങാൻ സീനായിരിക്കും. പക്ഷേ ഈ റാമ്പ് കുഴപ്പമില്ലാന്ന് പറയാം. പക്ഷേ ഐസ് ഇതിലും സ്പീഡ് പോയാൽ ശരിയാകും തോന്നില്ല. ഐസ് ചെറുങ്ങനെ പോയാലേ ശരിയാവൂ. പക്ഷേ നമ്മൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐസ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് നിർത്താൻ കഷ്ടപ്പെട്ടിട്ട് ഐസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പീഡ് വല്ലാണ്ട് കൂടുന്നുണ്ട് കേട്ടോ ഐസ്. അതുകൊണ്ടാണ് ഐസ് ഇത് ചാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഐസ് പോയി. ഐസ് ഒന്നുകൂടി നമുക്ക് വരണം. അപ്പോൾ ഐസ് ചെറുങ്ങനെ പോയി നോക്കണം. നമുക്ക് ട്രക്കങ്ങാനാണ് എടുക്കാം ഐസ്, അതാകുമ്പോൾ സീനില്ല. പൈസ നമുക്ക് നേരെ മെഗാ റാമ്പ് എടുക്കാം. പൈസ മെഗാ റാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി താറ് തന്നെ വിളിക്കാം. 91 ഐസ് താറല്ല കൈസ്, 12 ഐസ്. നമ്മൾ ട്രക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി അധികം പേടിക്കേണ്ട. ട്രക്ക് സ്പീഡ് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്പീഡ് പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ട്രക്ക് മുമ്പോട്ടേക്ക് നീക്കാം. പൈസ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് സ്പീഡ് കൂടുതലാണ് ഗൈസ്. ട്രക്കും സ്പീഡ് കൂടുതലാണ് കേട്ടാ. സീല് ബൈക്കങ്ങനെ എടുക്കേണ്ടി വരും. എന്നാൽ ഗൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം ബൈക്ക് എടുക്കാം. പക്ഷെ ഇപ്പം നമ്മൾ എന്തായാലും ഇത് എടുത്തു പോയി. ഇത് പോയി ഗൈസ്. നമുക്ക് ഇനി ബൈക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ബൈക്ക് ഏതാ, നിഞ്ച എടുക്കാം. പൈസ 3000 നിഞ്ച വിളിച്ചിട്ടുണ്ട്. പൈസ ഇനി നേരെ നിഞ്ച എടുത്തിട്ട് നമുക്ക് പോവാം. പൈസ ഇനി പേടിക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പേടിക്കണ്ട.
ഇതാകുമ്പോൾ കൺട്രോൾ കിട്ടും കുറച്ചും കൂടി. സ്പീഡ് കുറച്ച് കൂടുതലാണ്, പക്ഷെ കൺട്രോൾ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൺട്രോൾ കുറവാണ്. അപ്പോൾ താഴെ വരെ എത്തും തോന്നുന്നു. എന്തായാലും സ്പീഡ് കുഴപ്പമില്ല, പോട്ടെ. കാറൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് പോകുമ്പോൾ താഴെ എത്തും. ബൈക്ക് താഴെ എത്തി, ഞാൻ താഴെ എത്തിയില്ല. പക്ഷെ ഞാനിപ്പം മേലോട്ടേക്ക് എത്തും. മേലോട്ടേക്ക് പോകുമ്പം നോക്കാം. ഇപ്പം നമ്മൾ താഴെ എത്തും, പിന്നെയും മേലോട്ടേക്ക് തന്നെ പോകും. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫയർ ട്രക്കാണ് എടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് പോയാൽ പോകുന്നൊന്നും അറിയില്ല. ഇതെടുത്തിട്ട് നമുക്ക് പോയി നമുക്ക് അത്യാവശ്യം കനമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ വീഴാനുള്ള ചാൻസ് കാണില്ല. പക്ഷെ ഇത് ഇവിടുന്ന് നീങ്ങുന്നുമില്ല. പക്ഷെ നമുക്ക് നീങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് പോവാം. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ആടുന്ന അങ്ങോട്ട് വിളിക്കാം. നമ്മളെ 606 നമ്മളെ ഇതിൻ്റെ നമ്പർ പോയി അതെടുത്തു. അത് പോയി. ഇവിടെ വിളിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇത് നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഇതാണ് അങ്ങനെ. നമുക്ക് ഇത് പൊളിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ വരുത്തിക്കാം. ഈ മിസൈലിന് പോകുന്ന ഈ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടല്ല അത്യാവശ്യത്തിന്. 606 നമുക്ക് ഇവിടെ തന്നെ വരുത്താം. കൈയെല്ലാം ഇവിടെ തന്നെ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർ ട്രക്ക് എടുത്തിട്ട് പോകാം. അതാകുമ്പോൾ അത്ര വർഷം വരും തോന്നുന്നില്ല. ഇവിടെ നിന്ന് കടന്ന് കിട്ടിയാൽ മതി. കടന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇതെന്നാ ക്യാമറേൻ്റെ വിഷൻ പോക്കാട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതും പോയി. നമ്മളെല്ലാ പ്രയത്നവും പോകുന്നുണ്ട്. ഇനി നമ്മൾ കണക്കൊന്ന് കണ്ടുപിടിക്കാത്ത ഏത് വണ്ടി എടുത്തിട്ട് ഇതിലോട്ട് പോകും. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ വിചാരിച്ച് ഫോർച്യൂണർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഇവിടെ തന്നെ ഫോർച്യൂണർ തന്നെയാണ് വന്നത്. നമുക്കിനി ഫോർച്യൂണർ എടുത്തിട്ട് പോയി നോക്കാം. ചെറുങ്ങനെ ഒരു തിരക്കും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം. എന്നാൽ പിന്നെ നമുക്ക് താഴെ വരെ എത്താൻ സാധിക്കും തോന്നുന്നില്ല. ഇതിൻ്റെ സ്പീഡും ചെറുങ്ങനെ കൂടാൻ തുടങ്ങി. ചെറുങ്ങനെയല്ല, അത്യാവശ്യം കൂടി ഞാൻ പോയി. ഫോർച്യൂണർ നമ്മളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബൈക്ക് തന്നെ എടുക്കാം. ഫോർച്യൂണർ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ഇനി നമ്മൾ ഡ്യൂക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡ്യൂക്ക് എടുത്തിട്ട് പോകാൻ പറ്റുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് പോവാം. ബ്രേക്ക് പിടിക്കേണ്ട സ്ഥലത്തുനിന്ന് പിടിക്കുന്നുണ്ട്. ബ്രേക്ക് പിടിക്ക്. ഇത് ബ്രേക്കില്ലാത്ത വണ്ടിയാന്ന് തോന്നുന്നു. ഇതിനൊന്നും ബ്രേക്ക് കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ പിടിച്ച് വെച്ചിട്ടാണുള്ളത്, പക്ഷെ ബ്രേക്ക് കിട്ടുന്നില്ല. ഭയങ്കര സ്പീഡുമാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് താഴെ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ആ വിശ്വാസം ഇപ്പം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല. താഴെ എത്താനായി നമ്മൾ ഈ ഡ്യൂക്കെങ്കിലും വിജയിക്കണം. ജയിച്ചിട്ടുണ്ട്. താഴെ എത്തിയിട്ടാണ് വീണത്, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇനി തിരിച്ചിട്ട് നമുക്ക് ഈ വണ്ടി തന്നെ പോകണം. ഈ വണ്ടിയിലല്ലെങ്കിൽ വേറൊരു വണ്ടി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഡിഫൻഡറിൻ്റെ ചീറ്റ് കോഡ് എനിക്ക് ഓർമ്മ വന്ന് 0002 ആണ്. ഡിഫൻഡർ വന്നു. ഇനി നമുക്ക് ഡിഫൻഡർ എടുത്തിട്ട് കയറി നോക്കാം. ഡിഫൻഡർ എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കയറാൻ പറ്റുമോ? എടുത്തു നമ്മൾ റാമ്പ് എടുത്തു. നമ്മളിപ്പോൾ ഒന്ന് കയറിയിട്ട് കീഞ്ഞാണല്ലോ. റാമ്പ് എനിക്കൊന്ന് കയറാൻ പറ്റൂല എന്ന് തോന്നുന്നു. അങ്ങനെ രീതിയിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. താഴോട്ട് കീയാനേ പറ്റൂ. അല്ല അങ്ങനെയല്ല. നമ്മളെ വണ്ടി എടുത്ത് കയറാൻ പറ്റില്ല. ഈ ഒരു ഡിഫൻഡർ എടുത്തിട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ബാക്കിയെല്ലാം എടുത്ത് കയറാൻ പറ്റും. അവിടെ ഒരു കട്ട് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡ്യൂക്ക് എടുക്കാം. ഡ്യൂക്ക് നമ്മളിവിടെ ഉണ്ട്. ആ കട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഡിഫൻഡർ എടുത്ത് കയറാൻ പറ്റില്ല. നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറാം. ഇതെന്തായാലും കയറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നഷ്ടപ്പെട്ടു. ഇത് കയറാൻ പറ്റൂല. ചെയ്യാനേ പറ്റൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേരുന്ന ഒരു 2 നമ്മൾ അപ്ഡേറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നേക്കും.